എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു അധ്യായമാണ്. നമ്മുടെയെല്ലാം ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗം മൂലകങ്ങളെക്കുറിച്ചാണ് ഈ പാഠം. ഏതാണെന്നറിയാമോ? അതെ, ലോഹങ്ങൾ അഥവാ മെറ്റൽസ്. നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കൂ. നമ്മൾ ഇരിക്കുന്ന ബെഞ്ച്, എഴുതുന്ന പേന, നമ്മുടെ വാഹനം, വീട്, മൊബൈൽ ഫോൺ, എവിടെയും ലോഹങ്ങളുടെ സാന്നിധ്യമില്ലേ? ശിലായുഗത്തിൽ നിന്ന് മനുഷ്യനെ ലോഹയുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഈ ലോഹങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ചെമ്പ്, വെങ്കലം, ഇരുമ്പ്, ഓരോ ലോഹവും മനുഷ്യന്റെ പുരോഗതിയുടെ ഓരോ നാഴികക്കല്ലുകളാണ്. അപ്പോൾ ഈ ലോഹങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല, ഇവയെല്ലാം നമുക്ക് ഭൂമിയിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷേ സ്വർണം, വെള്ളി പോലുള്ള ചില ലോഹങ്ങളൊഴികെ മറ്റൊന്നും ശുദ്ധമായ രൂപത്തിലല്ല കാണപ്പെടുന്നത്. അവ മറ്റു പല പദാർത്ഥങ്ങളുമായി ചേർന്ന് സംയുക്തങ്ങളുടെ രൂപത്തിലാണ് ഭൂവൽക്കത്തിൽ അഥവാ എർത്ത്സ് ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. ഈ ലോഹസംയുക്തങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം: എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു മിനറലിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ആ മിനറലിനെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. അതാണ് അയിര് അഥവാ ഓർ. അപ്പോൾ എല്ലാ ഓറുകളും മിനറൽസാണ്, പക്ഷേ എല്ലാ മിനറൽസും ഓറുകളല്ല. ഇത് ഓർത്തു വെക്കണം കേട്ടോ. ഈ അയിരിനോടൊപ്പം മണ്ണ്, കല്ല്, മണൽ തുടങ്ങിയ പല മാലിന്യങ്ങളും ഉണ്ടാകും. ഈ മാലിന്യങ്ങളെ നമ്മൾ ഗാങ് അല്ലെങ്കിൽ മാട്രിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്താണ്? ഈ ഗാങ്ങിനെയൊക്കെ ഒഴിവാക്കി അയിരിൽ നിന്ന് ശുദ്ധമായ ലോഹം വേർതിരിച്ചെടുക്കണം. ഈ ഒരു വലിയ പ്രക്രിയയെ പറയുന്ന പേരാണ് മെറ്റലർജി അഥവാ ലോഹനിഷ്കർഷണം. മെറ്റലർജിക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. 1. അയിരുകളുടെ സാന്ദ്രണം, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. 2. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കൽ, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. 3. ലോഹശുദ്ധീകരണം, അതായത് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. നമുക്ക് ഓരോന്നായി നോക്കിയാലോ? ആദ്യത്തെ ഘട്ടം അയിരിന്റെ സാന്ദ്രണം, അതായത് അയിരിലുള്ള ഗാങ്ങിനെ നീക്കം ചെയ്യുക. ഇതിന് പല മാർഗങ്ങളുണ്ട്. ഏത് മാർഗം ഉപയോഗിക്കണമെന്നത് അയിരിന്റെയും അതിലടങ്ങിയ ഗാങ്ങിന്റെയും സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. ഒന്നാമത്തെ രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, അതായത് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. പേര് പോലെ തന്നെ വെള്ളത്തിൽ കഴുകുക. എപ്പോഴാണ് ഈ രീതി ഉപയോഗിക്കാൻ പറ്റുക? അയിരിൽ സാന്ദ്രത കൂടുതലും ഗാങ്ങിന് സാന്ദ്രത കുറവുമായിരിക്കണം. അപ്പോൾ ശക്തിയായി വെള്ളമൊഴിക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ ഗാങ് ഒഴുകിപ്പോകും. സാന്ദ്രത കൂടിയ അയിര് അവിടെ തന്നെ നിൽക്കും. സ്വർണത്തിന്റെ അയിര്, ഓക്സൈഡ് അയിരുകൾ എന്നിവയൊക്കെ ഇങ്ങനെയാണ് സാന്ദ്രണം ചെയ്യുന്നത്. രണ്ടാമത്തെ രീതിയാണ് പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇത് സൾഫൈഡ് അയിരുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നന്നായി പൊടിച്ച അയിരിനെ വെള്ളവും പൈൻ ഓയിലും ചേർന്ന ഒരു മിശ്രിതത്തിലിട്ട് ശക്തിയായി വായു കടത്തിവിടും. അപ്പോൾ പൈൻ ഓയിൽ പതഞ്ഞു പൊങ്ങും. ഈ പതയിൽ സൾഫൈഡ് അയിരുകൾ പറ്റിപ്പിടിക്കും. ഗാങ് ആകട്ടെ വെള്ളത്തിൽ നനഞ്ഞ് താഴെയടിയും. ഈ പതയെ നമുക്ക് വേർതിരിച്ച് ഉണക്കിയെടുത്താൽ സാന്ദ്രീകരിച്ച അയിര് കിട്ടി. കോപ്പർ പൈറൈറ്റ്സ്, സിങ്ക് ബ്ലെൻഡ് തുടങ്ങിയ സൾഫൈഡ് അയിരുകൾക്കാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ രീതി, കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ. പേരിൽ തന്നെയുണ്ട് കാര്യം. അയിരിനോ ഗാങ്ങിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടാവണം. അപ്പോൾ പൊടിച്ച അയിരിനെ ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഒരു കാന്തിക റോളറിന് മുകളിലൂടെ കടത്തിവിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള ഭാഗം റോളറിൽ ആകർഷിച്ച് അതിനടുത്തേക്ക് വീഴും. കാന്തിക സ്വഭാവം ഇല്ലാത്തത് ദൂരേക്ക് തെറിച്ചു വീഴും. അങ്ങനെ അവയെ വേർതിരിക്കാം. ഉദാഹരണത്തിന് ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റ് Fe3O4 കാന്തിക സ്വഭാവമുള്ളതാണ്. അതുപോലെ ടിന്നിന്റെ അയിരായ ടിൻസ്റ്റോണിൽ നിന്ന് അയൺ ടങ്സ്റ്റേറ്റ് എന്ന കാന്തിക സ്വഭാവമുള്ള ഗാങ്ങിനെ മാറ്റാനും ഈ രീതി ഉപയോഗിക്കാം. ഇനി നാലാമത്തെ രീതിയാണ് ലീച്ചിങ്. ഇവിടെ നമ്മൾ അയിരിനെ ഒരു ലായകത്തിൽ അഥവാ സോൾവെന്റിൽ ലയിപ്പിക്കുന്നു. അപ്പോൾ അയിര് ലയിക്കുകയും ഗാങ് ലയിക്കാതെ കിടക്കുകയും ചെയ്യും. പിന്നീട് ഈ ലായനിയിൽ നിന്ന് രാസപ്രവർത്തനത്തിലൂടെ അയിരിനെ വേർപിരിച്ചെടുക്കാം. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ്, സ്വർണം, വെള്ളി എന്നിവയുടെ അയിരുകളൊക്കെ സാന്ദ്രണം ചെയ്യുന്നത് ലീച്ചിങ് വഴിയാണ്. അപ്പോൾ സാന്ദ്രണത്തിന്റെ 4 വഴികൾ നമ്മൾ പഠിച്ചു. അയിരിനെയും ഗാങ്ങിനെയും ആശ്രയിച്ചാണ് രീതി തെരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് മെറ്റലർജിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കൽ. ഇതിന് തന്നെ 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് സാന്ദ്രീകരിച്ച അയിരിനെ അതിന്റെ ഓക്സൈഡാക്കി മാറ്റുക. എന്തിനാണ് ഓക്സൈഡാക്കുന്നത്? കാരണം സൾഫൈഡ്, കാർബണേറ്റ് അയിരുകളേക്കാൾ എളുപ്പത്തിൽ ഓക്സൈഡ് അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിക്കാൻ പറ്റും. ഈ ഓക്സൈഡാക്കാൻ 2 പ്രധാന വഴികളാണുള്ളത്: കാൽസിനേഷനും റോസ്റ്റിംഗും.
എന്താണ് കാൽസിനേഷൻ? വായുവിന്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ഇത് സാധാരണയായി കാർബണേറ്റ്, ഹൈഡ്രോക്സൈഡ് അയിരുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ചൂടാക്കുമ്പോൾ ഇവ വിഘടിച്ച് ഓക്സൈഡായി മാറും. ഉദാഹരണത്തിന് സിങ്ക് കാർബണേറ്റ് ചൂടാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായി മാറും. ഇനി എന്താണ് റോസ്റ്റിംഗ്? വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ശക്തിയായി ചൂടാക്കുന്ന പ്രക്രിയയാണിത്. ഇത് സാധാരണയായി സൾഫൈഡ് അയിരുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ചൂടാക്കുമ്പോൾ സൾഫൈഡ് അയിര് ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സൈഡായി മാറും. ഉദാഹരണത്തിന് സിങ്ക് ബ്ലെൻഡ് ZnS റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡുമായി മാറും. അപ്പോൾ കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വായുവിന്റെ സാന്നിധ്യമാണ്. കാൽസിനേഷൻ C ഫോർ കാർബണേറ്റ്, വായു വേണ്ട. റോസ്റ്റിംഗ് S ഫോർ സൾഫൈഡ്, വായു വേണം. ഇങ്ങനെ ഓർത്തുവെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലോഹത്തിന്റെ ഓക്സൈഡ് ഉണ്ട്. ഇനി എന്തു ചെയ്യണം? ഈ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ ഒഴിവാക്കണം. ഓക്സിജനെ ഒഴിവാക്കുന്ന പ്രവർത്തനത്തിന് നമ്മൾ എന്തു പേരാണ് പറയുക? നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. അതെ, ഈ ഓക്സൈഡിന് റിഡക്ഷൻ നടത്തിയാണ് നമ്മൾ ലോഹം വേർതിരിക്കുന്നത്. ഈ റിഡക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നിരോക്സീകാരികൾ അഥവാ റെഡ്യൂസിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ഏത് റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിക്കണമെന്നത് ലോഹത്തിന്റെ ക്രിയാശീലം അഥവാ റിയാക്ടിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. ഇവിടെയാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി ഒരു ഹീറോയെ പോലെ വരുന്നത്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ ഓർഡർ ഓർമ്മയുണ്ടല്ലോ? ക്രിയാശീലം മുകളിൽ നിന്ന് താഴേക്ക് കുറഞ്ഞു വരുന്നു. ഈ സീരീസിൽ മുകളിലുള്ള പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം പോലുള്ള ലോഹങ്ങൾ വളരെ റിയാക്റ്റീവാണ്. അവയുടെ ഓക്സൈഡുകൾ വളരെ സ്റ്റേബിളാണ്. അവരെ സാധാരണ റെഡ്യൂസിംഗ് ഏജന്റ്സായ കാർബൺ ഒന്നും ഉപയോഗിച്ച് നിരോക്സീകരിക്കാൻ പറ്റില്ല. അവർ അത്ര പെട്ടെന്നൊന്നും ഓക്സിജനെ വിട്ടുകൊടുക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? അവരെ തോൽപ്പിക്കാൻ ഒരു വലിയ ആളെ തന്നെ കൊണ്ടുവരണം. അതാണ് വൈദ്യുതി, അതായത് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം. വഴിയാണ് ക്രിയാശീലം കൂടിയ ഈ ലോഹങ്ങളെ അവയുടെ ഓക്സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഉരുകിയ മറ്റ് സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇനി റിയാക്ടിവിറ്റി സീരീസിൽ നടുക്ക് വരുന്ന സിങ്ക്, അയൺ, ടിൻ, ലെഡ് തുടങ്ങിയ ലോഹങ്ങളോ? അവർക്ക് അത്ര പിടിവാശിയൊന്നുമില്ല. അവരെ കാർബൺ, കോക്ക്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ റെഡ്യൂസിംഗ് ഏജന്റുകൾ ഉപയോഗിച്ച് താരതമ്യേന എളുപ്പത്തിൽ നിരോക്സീകരിക്കാം. ഉദാഹരണത്തിന് സിങ്ക് ഓക്സൈഡിനെ കോക്ക് ഉപയോഗിച്ച് ചൂടാക്കിയാൽ സിങ്കും കാർബൺ മോണോക്സൈഡും ലഭിക്കും. റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെയുള്ള കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് തുടങ്ങിയ ലോഹങ്ങൾ വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞവയാണ്. അവരധികം സംയുക്തങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. സിൽവറും ഗോൾഡുമൊക്കെ മിക്കവാറും ശുദ്ധമായ രൂപത്തിൽ തന്നെ കാണപ്പെടും. മെർക്കുറിയുടെ സൾഫൈഡ് അയിരായ സിന്നബാർ ഒന്ന് ചൂടാക്കിയാൽ മതി, അത് വിഘടിച്ച് മെർക്കുറി ലഭിക്കും. അപ്പോൾ കണ്ടോ, ഒരു ലോഹത്തെ എങ്ങനെ വേർതിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ റിയാക്ടിവിറ്റിയാണ്. റിയാക്ടിവിറ്റി കൂടിയാൽ ഇലക്ട്രോളിസിസ്, ഇടത്തരം റിയാക്ടിവിറ്റിയാണെങ്കിൽ കാർബൺ ഉപയോഗിച്ച് റിഡക്ഷൻ, റിയാക്ടിവിറ്റി കുറവാണെങ്കിൽ ചിലപ്പോൾ വെറുതെ ചൂടാക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മൾ മെറ്റലർജിയുടെ 2 പ്രധാന ഘട്ടങ്ങൾ പൂർത്തിയാക്കി. ആദ്യം അയിരിനെ സാന്ദ്രീകരിച്ചു, പിന്നെ അതിനെ ഓക്സൈഡാക്കി, അവസാനം ഓക്സൈഡിനെ നിരോക്സീകരിച്ച് ലോഹം വേർതിരിച്ചു. പക്ഷെ ഇങ്ങനെ കിട്ടുന്ന ലോഹം 100% ശുദ്ധമായിരിക്കുമോ? ഇല്ല, അതിലിപ്പോഴും ചെറിയ തോതിൽ മാലിന്യങ്ങളുണ്ടാകാം. ഈ മാലിന്യങ്ങളെ കൂടി നീക്കം ചെയ്ത് തനി തങ്കം പോലത്തെ ശുദ്ധമായ ലോഹമുണ്ടാക്കുന്ന അവസാനത്തെ ഘട്ടമാണ് ലോഹശുദ്ധീകരണം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി പഠിക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? മിനറൽ, ഓർ, ഗാങ് എന്താണെന്ന് പഠിച്ചു. മെറ്റലർജിയുടെ 3 ഘട്ടങ്ങൾ പരിചയപ്പെട്ടു. സാന്ദ്രണത്തിന്റെ 4 രീതികൾ ഉദാഹരണസഹിതം പഠിച്ചു. കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ലോഹത്തിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് നിരോക്സീകരണ രീതി എങ്ങനെ മാറുന്നു എന്നും കണ്ടു. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മെറ്റലർജിയുടെ 2 പ്രധാന ഘട്ടങ്ങൾ പഠിച്ചു നിർത്തി: സാന്ദ്രീകരണവും ലോഹം വേർതിരിക്കലും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലോഹം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് പൂർണ്ണമായും ശുദ്ധമല്ല. അതിലുള്ള അവസാനത്തെ മാലിന്യങ്ങളെയും നീക്കം ചെയ്യുന്ന 3ാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് ലോഹശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇതിനും പല രീതികളുണ്ട്. ലോഹത്തിന്റെയും മാലിന്യത്തിന്റെയും സ്വഭാവമനുസരിച്ചാണ് രീതി തെരഞ്ഞെടുക്കുന്നത്. 1ാമത്തെ രീതിയാണ് ഉരുക്കി വേർതിരിക്കൽ അഥവാ ലിക്വേഷൻ. ദ്രവണാങ്കം കുറഞ്ഞ ലോഹങ്ങളിൽ ദ്രവണാങ്കം കൂടിയ മാലിന്യങ്ങളുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ചരിഞ്ഞ പ്രതലമുള്ള ഫർണസിൽ വെച്ച് ഈ അശുദ്ധമായ ലോഹത്തെ ചൂടാക്കും. അപ്പോൾ ദ്രവണാങ്കം കുറഞ്ഞ ശുദ്ധമായ ലോഹം ഉരുകി താഴേക്ക് ഒഴുകിവരും. ദ്രവണാങ്കം കൂടിയ മാലിന്യങ്ങൾ ഉരുകാതെ അവിടെ തന്നെ നിൽക്കും. ടിൻ, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ ഇങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്. അടുത്ത രീതിയാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാനാണ് ഈ രീതി ഉപയോഗിക്കുന്നത്.
ഇവിടെ അശുദ്ധമായ ലോഹത്തെ ചൂടാക്കുമ്പോൾ തിളനില കുറഞ്ഞ ശുദ്ധമായ ലോഹം മാത്രം ബാഷ്പമായി മാറും. ഈ ബാഷ്പത്തെ തണുപ്പിച്ചാൽ നമുക്ക് ശുദ്ധമായ ലോഹം ലഭിക്കും. തിളനില കൂടിയ മാലിന്യങ്ങൾ ഫർണസിൽ തന്നെ അവശേഷിക്കും. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ഡിസ്റ്റിലേഷൻ വഴിയാണ് ശുദ്ധീകരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ രീതിയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അഥവാ ഇലക്ട്രോലൈറ്റിക് റിഫൈനിംഗ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇലക്ട്രോളിസിസ് പഠിച്ചതോർമ്മയില്ലേ? അതുതന്നെ സംഭവം. ഇവിടെ അശുദ്ധമായ ലോഹത്തെ ആനോഡായും അതേ ലോഹത്തിന്റെ ഒരു നേർത്ത ശുദ്ധമായ തകിടിനെ കാഥോഡായും എടുക്കുന്നു. ആ ലോഹത്തിന്റെ തന്നെ ഒരു ലവണലായനി സാൾട്ട് സൊല്യൂഷനായും ഉപയോഗിക്കുന്നു. ഇനി വൈദ്യുതി കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ആനോഡിലുള്ള അശുദ്ധമായ ലോഹത്തിലെ ശുദ്ധമായ ലോഹം മാത്രം ഓക്സീകരണം സംഭവിച്ച് അയോണുകളായി ഇലക്ട്രോലൈറ്റിലേക്ക് ലയിക്കും. ഈ അയോണുകൾ നേരെ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോയി അവിടെ നിരോക്സീകരണം സംഭവിച്ച് ശുദ്ധമായ ലോഹമായി പറ്റിപ്പിടിക്കും. അപ്പോൾ ആനോഡ് ഉപയോഗിക്കുന്തോറും കനം കുറഞ്ഞു വരികയും കാഥോഡ് കനം കൂടി വരികയും ചെയ്യും. മാലിന്യങ്ങളോ? അവ ആനോഡിന് താഴെ അടിയും. ഇതിനെ ആനോഡ് മഡ് എന്ന് പറയും. ഈ ആനോഡ് മഡ് വെറും വേസ്റ്റ് അല്ല കേട്ടോ. ചിലപ്പോൾ സ്വർണം, വെള്ളി പോലുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങൾ അതിലുണ്ടാകാം. കോപ്പർ, സിങ്ക്, അലുമിനിയം തുടങ്ങിയ ഒരുപാട് ലോഹങ്ങൾ ഈ രീതിയിലാണ് ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ മെറ്റലർജിയുടെ 3 ഘട്ടങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വ്യാവസായികമായി പ്രാധാന്യമുള്ള ചില ലോഹങ്ങളെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വിശദമായി നോക്കാം. ആദ്യം നമ്മുടെ സ്വന്തം ഇരുമ്പ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ലോഹമാണ് ഇരുമ്പ്. ഹേമറ്റൈറ്റ് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4 എന്നിവയാണ് ഇരുമ്പിന്റെ പ്രധാന അയിരുകൾ. ഇരുമ്പിന്റെ നിർമ്മാണം നടക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന ഭീമാകാരമായ ഒരു ഫർണസിലാണ്. ഇതിലേക്ക് അസംസ്കൃത വസ്തുക്കളായി സാന്ദ്രീകരിച്ച അയിര്, കോക്ക്, കൽക്കരിയുടെ ഒരു രൂപം, ചുണ്ണാമ്പുകല്ല് ലൈംസ്റ്റോൺ CaCO3 എന്നിവ ഒരുമിച്ച് മുകളിൽ നിന്നിടുന്നു. ഇതിനെ ചാർജ് എന്ന് പറയും. ഫർണസിന്റെ താഴെ നിന്ന് ശക്തമായി ചൂടുവായു കടത്തിവിടുന്നു. ഫർണസിനുള്ളിൽ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നു. താഴെ നിന്ന് വരുന്ന ചൂടുവായുവിലെ ഓക്സിജനുമായി കോക്ക് പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഇതൊരു താപമോചക പ്രവർത്തനമായതുകൊണ്ട് ഫർണസിലെ താപനില വർദ്ധിക്കുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും കോക്കുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡായി മാറുന്നു. ഈ കാർബൺ മോണോക്സൈഡാണ് ഇവിടുത്തെ പ്രധാന നിരോക്സീകാരി. അവൻ ഹേമറ്റൈറ്റിലെ ഓക്സിജനെ മാറ്റി അതിനെ ഇരുമ്പാക്കി നിരോക്സീകരിക്കുന്നു. ഇനി ചുണ്ണാമ്പുകല്ല് എന്തിനാണെന്ന് സംശയം തോന്നിയോ? അയിരിലുള്ള ഗ്യാങ്ങിനെ അഥവാ പ്രധാനമായും സിലിക്കൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യാനാണ്. ഇവിടെ ഗ്യാങ് ആസിഡ് സ്വഭാവമുള്ളതുകൊണ്ട് ബേസിക് സ്വഭാവമുള്ള ഒരു ഫ്ലെക്സ് ആണ് നമുക്ക് വേണ്ടത്. ഫർണസിലെ ചൂടിൽ ചുണ്ണാമ്പുകല്ല് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് എന്ന ബേസിക് ഫ്ലെക്സ് ഉണ്ടാകുന്നു. ഈ ഫ്ലെക്സ് ഗ്യാങ്ങുമായി പ്രവർത്തിച്ച് ഉരുകിയ കാൽസ്യം സിലിക്കേറ്റായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത്. ഉരുകിയ ഇരുമ്പിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ സ്ലാഗ് ഇരുമ്പിന് മുകളിൽ ഒരു പാളിയായി പൊങ്ങിക്കിടക്കും. ഇവയെ രണ്ടിനെയും പ്രത്യേക ടാപ്പുകളിലൂടെ പുറത്തെടുക്കാം. ഈ സ്ലാഗ് വെറുതെ കളയുകയല്ല കേട്ടോ. സിമന്റ് നിർമ്മാണത്തിനും റോഡ് നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കാം. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന ഈ ഉരുകിയ ഇരുമ്പിനെ പിഗ് അയൺ എന്ന് പറയും. ഇതിൽ ഏകദേശം 4% കാർബണും മറ്റു മാലിന്യങ്ങളും ഉണ്ടാകും. ഈ പിഗ് അയണിലെ മാലിന്യങ്ങൾ കുറച്ച് അതിനെ വീണ്ടും ഉരുക്കി വാർത്തയുണ്ടാക്കുന്നതാണ് കാസ്റ്റ് അയൺ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളെ പരിചയപ്പെടാം. അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. ബോക്സൈറ്റ് Al2O3 2H2O എന്നതാണ് അലുമിനിയത്തിന്റെ പ്രധാന അയിരുകൾ. അലുമിനിയത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഹാൾ ഹെറോൾഡ് പ്രക്രിയ വഴിയാണ്. ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണം. ഇത് ലീച്ചിംഗ് വഴിയാണ്. പൊടിച്ച ബോക്സൈറ്റിനെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിപ്പിക്കുമ്പോൾ ബോക്സൈറ്റ് മാത്രം ലയിച്ച് സോഡിയം അലുമിനേറ്റായി മാറുന്നു. മാലിന്യങ്ങൾ ലയിക്കാതെ കിടക്കും. ഈ ലായനിയിൽ നിന്ന് പിന്നീട് ശുദ്ധമായ അലുമിനിയം ഹൈഡ്രോക്സൈഡ് വേർതിരിച്ചെടുക്കുന്നു. അതിനെ ശക്തമായി ചൂടാക്കുമ്പോൾ അലുമിന അതായത് അലുമിനിയം ഓക്സൈഡായി നിറഞ്ഞ അലുമിനിയം ഓക്സൈഡ് ലഭിക്കുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് ഇതിന്റെ വൈദ്യുത വിശ്ലേഷണം. അലുമിനിയത്തിന്റെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്, ഏകദേശം 2050 ഡിഗ്രി സെൽഷ്യസ്. അത് കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനും വേണ്ടി അലുമിനിയെ ഉരുകിയ ക്രയോലൈറ്റിൽ ലയിപ്പിക്കുന്നു. ഈ മിശ്രിതമാണ് ഇലക്ട്രോലൈറ്റ്. സ്റ്റീൽ ടാങ്കിന്റെ കാർബൺ ലൈനിംഗ് കാഥോഡായും ഇലക്ട്രോലൈറ്റിൽ മുക്കിവെച്ച കാർബൺ തണ്ടുകൾ ആനോഡായും പ്രവർത്തിക്കുന്നു. വൈദ്യുതി കടത്തിവിടുമ്പോൾ അലുമിനിയം അയോണുകൾ കാഥോഡിൽ പോയി ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ഉരുകിയ അലുമിനിയമായി മാറുന്നു. ആനോഡിൽ ഓക്സൈഡ് അയണുകൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ഓക്സിജൻ ഗ്യാസ് ആയി മാറുന്നു. ഈ ഓക്സിജൻ ഗ്യാസ് ആനോഡായ കാർബൺ തണ്ടുകളുമായി ഉയർന്ന താപനിലയിൽ പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നതുകൊണ്ട് ആനോഡുകൾ കാലക്രമേണ നശിച്ചു പോകുന്നതുകൊണ്ട് അവ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇനി ലോഹസംഘരങ്ങൾ അഥവാ അലോയ്സിനെ കുറിച്ച് പറയാം. 2 അതിലധികമോ ലോഹങ്ങൾ ചേർന്നതോ അല്ലെങ്കിൽ ലോഹവും അലോഹവും ചേർന്നതോ ആയ ഒരു ഏകദാന മിശ്രിതമാണ് അലോയ്. ശുദ്ധമായ ലോഹത്തേക്കാൾ മികച്ച ഗുണങ്ങളായിരിക്കും അലോയ്ക്ക്. സ്റ്റീൽ ഒരു പ്രധാനപ്പെട്ട അലോയാണ്. ഇരുമ്പും കാർബണും ചേർന്നതാണിത്. കാർബണിന്റെ അളവനുസരിച്ച് മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്നിങ്ങനെ പലതരം സ്റ്റീലുകളുണ്ട്.
സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ പാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടല്ലേ? ഇരുമ്പിനോടൊപ്പം ക്രോമിയവും നിക്കലും കാർബണും ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ക്രോമിയം ഉള്ളതുകൊണ്ടാണ് ഇത് തുരുമ്പെടുക്കാതെ നിൽക്കുന്നത്. അൽനിക്കോ, ഡ്യൂറാലുമിൻ എന്നിവ അലുമിനിയത്തിന്റെ പ്രധാന അല്ലോയ്കളാണ്. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ അൽനിക്കോ ഉപയോഗിക്കുമ്പോൾ വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഭാരം കുറഞ്ഞതും എന്നാൽ ഉറപ്പുള്ളതുമായ ഡ്യൂറാലുമിൻ ഉപയോഗിക്കുന്നു. അവസാനമായി ലോഹനാശനം അഥവാ കൊറോഷൻ. ലോഹങ്ങൾ അവയുടെ ചുറ്റുപാടുകളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നശിച്ചുപോകുന്ന പ്രക്രിയയാണ് ഇത്. ഇരുമ്പ് തുരുമ്പടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈർപ്പത്തിന്റെയും ഓക്സിജന്റെയും സാന്നിധ്യത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങൾ വേഗം നശിക്കും. എന്നാൽ അലുമിനിയം റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലാണെങ്കിലും പെട്ടെന്ന് നശിക്കുന്നില്ല. കാരണം അലുമിനിയത്തിന്റെ മുകളിലുണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡിന്റെ പാള വളരെ ഉറപ്പുള്ളതും ലോഹത്തിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതുമാണ്. ഇതൊരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിച്ച് തുടർന്നുള്ള നാശനത്തെ തടയും. എന്നാൽ ഇരുമ്പിന്റെ തുരുമ്പ് പൊടിഞ്ഞു പോകുന്നതായതുകൊണ്ട് നാശനം തുടർന്നുകൊണ്ടേയിരിക്കും. ലോഹനാശനം തടയാൻ പല വഴികളുണ്ട്. പെയിന്റ് അടിക്കുക, എണ്ണ പുരട്ടുക, മറ്റ് ലോഹങ്ങൾ പൂശുക എന്നിവയൊക്കെ ചില മാർഗങ്ങളാണ്. അതിലൊരു പ്രധാന രീതിയാണ് കാഥോഡിക് സംരക്ഷണം അഥവാ കാഥോഡിക് പ്രൊട്ടക്ഷൻ. റിയാക്ടിവിറ്റി കൂടിയ ഒരു ലോഹത്തെ, ഉദാഹരണത്തിന് മാഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്കുമായി ബന്ധിപ്പിച്ചാൽ ഒരു ഗാൽവനിക് സെൽ രൂപമാകുകയും റിയാക്ടിവിറ്റി കൂടിയ മാഗ്നീഷ്യം ആനോഡായി പ്രവർത്തിച്ച് സ്വയം നശിക്കുകയും ഇരുമ്പിനെ കാഥോഡായി സംരക്ഷിക്കുകയും ചെയ്യും. കടലിൽ പോകുന്ന കപ്പലുകളുടെയും പാലങ്ങളുടെയും ഒക്കെ അടിയിൽ സിങ്കിന്റെയോ മാഗ്നീഷ്യത്തിന്റെയോ ബ്ലോക്കുകൾ ഘടിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ലോഹങ്ങളുടെ ലോകത്തിലൂടെ നമ്മളൊരു വലിയ യാത്ര തന്നെ നടത്തിയല്ലേ? ഭൂമിക്കടിയിൽ നിന്ന് തുടങ്ങി അയിരിനെ കുഴിച്ചെടുത്ത് സാന്ദ്രീകരിച്ച് വേർതിരിച്ച് ശുദ്ധീകരിച്ച് അവസാനം നമ്മുടെ കയ്യിലെത്തുന്ന ഒരു സ്റ്റീൽ പാത്രത്തിന്റെ വരെ കഥ നമ്മൾ പഠിച്ചു. രസകരമായിരുന്നില്ലേ? ഈ പാഠം നന്നായി പഠിക്കുക. കാരണം ഇത് പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാനായി 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.